ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം. സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഫർളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തു അലൈഹി. അള്ളാഹു ഫർളാക്കിയ, നിർബന്ധമാക്കിയ ഒരു അമലിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ സുന്നത്തുകൊണ്ട് കഴിയില്ല. അള്ളാഹ്ക്ക് ഇഷ്ടം ഫർളാണ്. തറാവി നമസ്കരിക്കാൻ നമ്മൾ വാഹനം ഏൽപ്പിക്കും. കുടുംബസമേതം തറാവി നമസ്കാരത്തിന് പള്ളിയിലെത്തും. സുബഹി ജമാഅത്തോ? സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു. ഒരു ഈത്തപ്പഴവും കുറച്ച് വെള്ളവും കൊണ്ട് പള്ളിയിൽ വന്നാൽ നോമ്പ് തുറന്ന് ഒന്നാമത്തെ റക്അത്ത് മുതൽ മഗ്രിബ് ജമാഅത്ത് കിട്ടും. മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു. നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും, നടന്ന് ആടിപ്പാടി പള്ളിയിൽ എത്തുമ്പോഴേക്കും 2 റക്അത്ത് കഴിഞ്ഞു. ഫർളിന്റെ 2 റക്അത്ത് നഷ്ടപ്പെട്ടു. ചില ആളുകൾക്ക് ഫർള് തന്നെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തി പിന്നെ വന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ചില ആളുകൾ ഖാദിമുകളാണ്, നോമ്പ് തുറയുടെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ. എന്നിട്ടോ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തി, മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് പിന്നീട് നിസ്കരിക്കുന്നത്. എന്തിനു വേണ്ടി? നോമ്പ് തുറക്കാൻ വേണ്ടി ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അതാണ് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് അത് ചെയ്താൽ എന്ത് നഷ്ടമാണുള്ളത്? സുബഹി ജമാഅത്തിന്റെ ഫളിൽ തറാവി നമസ്കാരത്തിനില്ല. തറാവിക്ക് ഫളില്ല എന്നല്ല, തറാവി നമസ്കാരത്തിന് ഒരുപാട് ഫളിലുണ്ട്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ ഫളിൽ നമ്മൾ പറഞ്ഞു, അതിനേക്കാൾ ഫളിൽ സുബഹിക്കുണ്ട്. അപ്പൊ ഫർള് നഷ്ടപ്പെടരുത്. അത് ദുഹറാകട്ടെ, അസറാകട്ടെ, ഇശാ ആകട്ടെ, ഫർള് റമളാനിൽ നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ജുമാക്ക് എല്ലാ പള്ളികളും നിറഞ്ഞു കവിയുന്നുണ്ട്. പള്ളി കമ്മിറ്റിയിൽ ചർച്ചയാണ്, ഈ വലിപ്പം പോരല്ലോ, പള്ളി ഇനിയും കൂട്ടണം, അടുത്ത നില കൂടെ വേണം. ലുഹറിന് എവിടെയാണ് ഈ ആളുകൾ? അസറിന് എവിടെയാണ് ഈ ആളുകൾ? ജുമാക്ക് മാത്രം പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ. അത് സമുദായത്തിന് പേര് വെട്ടാതിരിക്കാനാണ്. ജുമാക്ക് വന്നാലേ ഈ സമുദായത്തിന്റെ ഭാഗമുള്ളൂ. അള്ളാന്റെ കോടതിയിൽ നമ്മുടെ പേരുണ്ടാകുമെന്ന് ആലോചിച്ചോളി. ലുഹറും അസറും സുബഹിയും മഗ്രിബും നഷ്ടപ്പെടുത്തി, നിർബന്ധമായ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി, ജുമാക്ക് മാത്രമേ തല കാണിച്ചു പോയാൽ അള്ളാഹുവിന്റെ അരികിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരുണ്ടാകോ ഇല്ലേ എന്നത് നമ്മൾ ആലോചിക്കാം. കള്ളുകൂടി തിന്മയാണ് നമുക്കറിയാം. കുടുംബത്തിൽ ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, കാരണവന്മാരൊക്കെ മീറ്റിംഗ് വിളിക്കും. നമ്മുടെ തറവാടിനെ പറയിപ്പിക്കാൻ, നമ്മുടെ വീട്ടുകാരെ പറയിപ്പിക്കാൻ, അവൻ എങ്ങനെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും നന്നാക്കണം. ഭയങ്കര ചർച്ചയാണ്. അതേ ഗൗരവമുള്ള ചർച്ചയാണ്, അതേ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരമില്ല എന്നുള്ളത്, സുബഹിക്ക് പള്ളിയിലില്ല എന്നുള്ളത്, മഗ്രിബിന് പള്ളിയിലില്ല എന്നുള്ളത്, ഇശായിന് പള്ളിയിലില്ല എന്നുള്ളത്, നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നില്ല എന്നത്. ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ചെയ്യൽ മാത്രമല്ല തിന്മ, ചെയ്യാൻ പറഞ്ഞൊരു ചെയ്യാതിരിക്കലും തിന്മയാണ്. അതിന് ചെയ്ത തെറ്റെന്താണ്? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു. ഇബ്ലീസോ? ഇബ്ലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന തിന്മ എന്താണ്? ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല. അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് തയ്യാറായില്ല. റബ്ബ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ളുഹറും അസറും മഗ്രിബും ഇശാവും നഷ്ടപ്പെടുത്തുന്നവരെ അത് ഗൗരവമേറിയ തിന്മയാണ്. അതുകൊണ്ട് ഈ റമളാനിൽ ഒരു ക്രമീകരണം, നിർബന്ധ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം.